ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ഫെയർനെസ് പാക്ക് നമുക്ക് നോക്കാം. കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട് എങ്കിൽ കൂടി നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ. നമുക്ക് നീമിൻ്റെ ലീഫ് വേണം. പിന്നെ അടുത്ത് നമുക്ക് ചെറുപയർ വേണം, ഉഴുന്ന്, നെക്സ്റ്റ് ഉലുവ, പച്ചരി, ചുവന്ന പച്ചരിയായിട്ട് എടുത്തിരിക്കുന്നത്, മഞ്ഞൾപ്പൊടി വേണം, മുട്ടന വെട്ടി, പൊട്ടാറ്റോ, ലെമൺ, ക്യാരറ്റ്, എഗ് ആൻഡ് ടൊമാറ്റോ. ഇഷ്ടി മധുരത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട് എങ്കിൽ കൂടി ഒറ്റ യൂസത്തിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ചെറുപയറും ഉലുവ ഉഴുന്നും കൂടി നമുക്ക് 1 മണിക്കൂറോളം നമുക്ക് കുതിർത്താൻ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് മിക്സിയിലടിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പം ഇത് പൊട്ടാറ്റോ മിക്സിയിലടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ സ്റ്റാർച്ച് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് എഗ് വൈറ്റ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തതായി നമുക്ക് ഇതിൽ കയറേണ്ടത് ക്യാരറ്റ് ജ്യൂസ് 1 ടീസ്പൂൺ കൂടി ഒഴിച്ചെടുക്കാം. നമുക്ക് ടൊമാറ്റോ ഒഴിച്ചെടുക്കാം. ടൊമാറ്റോ ജ്യൂസ് 2 ടീസ്പൂൺ ഒഴിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പൊട്ടാറ്റോ സ്റ്റാർച്ചിട്ട് കൊടുക്കാം. അത് കുക്ക് ചെയ്തിട്ട് വേവിച്ചിട്ട് പൊട്ടാറ്റോ വേവിച്ചിട്ട് നമുക്ക് അത് നന്നായി ഉടച്ചിട്ട് നമുക്ക് ഇട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഏത് വേണമെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അരിവേപ്പിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് വീട്ടിൽ പൊടിച്ചതാട്ടോ. നമുക്ക് കടയിൽ ഷോപ്പിൽ നിന്ന് കിട്ടും, ആയിരിക്കും ഷോപ്പിൽ നിന്ന്. പക്ഷേ വീട്ടിൽ നിന്ന് പൊടിക്കാൻ നമുക്ക് നല്ലതാണ്. ഇത് ഉൾട്ടൻ വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇരട്ടി മധുരത്തിൻ്റെ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കസ്തൂരി മഞ്ഞളും കൂടി ആഡ് ചെയ്യണം. ഇനി കുറച്ച് ഹണി ഒഴിച്ചെടുക്കാം. 1 ടീസ്പൂൺ തേൻ ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉലുവയും ഉഴുന്നും പച്ചരിയും കൂടി മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായില്ല, പേസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ടൈം പിന്നെ ഇതിൽ എടുക്കാൻ മറന്നു ഞാനത് കേട്ടോ. അല്ലെങ്കിൽ എഗ്ഗിൻ്റെ മണം ഉണ്ടാവും പാക്ക് ഇടുമ്പോൾ. ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട്, കോഫി പൗഡർ. അത് ഞാൻ ബ്രൂ കോഫി എടുത്തിരിക്കുന്നത്, നെസ്കഫെ എടുക്കാം, ഏതാണെങ്കിലും കോഫി എടുക്കാം. നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. തിക്നെസ് കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റ് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് കേട്ടോ. നിറം വയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പെട്ടെന്ന് ചെയ്തോളൂ. അടിപൊളി റിസൾട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു.